സമരത്തിന് മുന്നിൽ ഞാനും ഉണ്ടാവും. നാട് ചീത്തയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാണിച്ചു കൊടുക്കാൻ ഞാൻ. സമരെങ്കിൽ സമരം. ഈ അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത്? വിഷമം ഉണ്ടാവും മുരളേട്ടാ. നാട്ടുകാരുടെ മുന്നില് ഞങ്ങളുടെ MLA എന്ന് പറഞ്ഞ് നടന്നതല്ലേ. ഇപ്പൊ തന്നെ അയൽക്കൂട്ടത്തിൽ നിന്ന് ആരൊക്കെയോ വിളിച്ച് അമ്മയോട് എന്തൊക്കെയോ ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്തു. അച്ഛൻ പറഞ്ഞത് സത്യമാ. ഞാൻ ചതിച്ചു. എനിക്ക് വോട്ട് തന്ന ആൾക്കാരെ, എന്നെ സ്നേഹിക്കുന്നവരെ എല്ലാരും ചതിച്ചു. മോളെ, അങ്ങനൊന്നും കരുതണ്ട. എങ്ങനെ കരുതണ്ടെന്ന് അമ്മ പറയുന്നത്? അമ്മയ്ക്ക് പറയാൻ എന്തെളുപ്പോ. ദേഷ്യവും വാശിയും കാണിച്ച് എന്നെ കൊണ്ടൊരു അഴിമതി ചെയ്യിപ്പിച്ചു. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ ഇപ്പൊ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു അല്ലേ? മോളെ, ഒന്നും പറയണ്ട എന്നോട്. കുഞ്ഞുനാള് മുതലേ ഒരുപാട് അനുഭവിച്ച് വളർന്നവളാ ഞാൻ. നല്ല ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. നല്ല ആഹാരവും വസ്ത്രവും ഒന്നുമില്ലാതെ വിശപ്പടക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നുണ്ടായിരുന്നു, സത്യസന്ധതയും നന്മയും ആദർശങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞത്. ഒരു കള്ളം ചെയ്യാൻ ഒരു ഘട്ടത്തിലും തോന്നിയിട്ടില്ല. പക്ഷെ ഒക്കെ തകർന്നു. മോളെ, അടുത്തതിനി എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കാൻ ഞാൻ. ഇങ്ങനൊരു പ്ലാന്റിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വന്ന ഞാൻ MLA സ്ഥാനം രാജിവെക്കുമെന്നൊക്കെ വീമ്പ് പറഞ്ഞിരുന്നു. ഇപ്പൊ അതിനും പറ്റുന്നില്ല. ആ രാജി ഗവൺമെന്റിനെ എങ്ങനെ ബാധിക്കുമെന്ന് പേടിച്ചു നിൽക്കാൻ ഞാൻ. മോളെ, അമ്മയോടും നന്ദനോടും നീ ഒന്ന് ക്ഷമിക്ക പ്ലീസ്. അമ്മയോടൊക്കെ ഞാൻ ക്ഷമിക്കാം. ക്ഷമിച്ചല്ലേ പറ്റൂ. എല്ലാരും വേണമല്ലോ എനിക്ക്. പക്ഷെ എന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല അമ്മ. ഞാൻ എന്തിനിങ്ങനെ ചെയ്തു? എന്തിനു ജീവിക്കണം? അമ്മ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അമ്മേ നന്ദു, എന്തിനാ ഈ കാര്യത്തിന് എന്നെ ഇത്രയും നിർബന്ധിച്ചത്? അമ്മ അഴിമതി പണം വാങ്ങിച്ചിട്ടുണ്ടാവില്ല. നന്ദു അതെ. പിന്നെന്തിനാ അമ്മ എന്നെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിച്ചത്? പറഞ്ഞില്ലേ മോളെ, നന്ദന്റെ പരിചയത്തിലുള്ള ഒരാളുടെ ബന്ധുവാ ആ KK നായർ. പോട്ടെ, ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. സിദ്ധു വരട്ടെ, ഞാൻ പറഞ്ഞോളാം. വേണ്ടമ്മ, ഒന്നും വേണ്ട. ഇനി വരും പോലെയൊക്കെ വരട്ടെ. ദൈവമേ, പാപ്പ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇത്തിരി ബിസി ആയിരിക്കുമെന്ന്. ഇല്ല, തുടങ്ങിയിട്ടില്ല. പിന്നെ അങ്ങനെ ബോധം പോകുന്ന ആളൊന്നും അല്ല ഞാൻ. ഞാൻ വിളിക്കാം. അതെ, നന്ദ വന്നില്ല? വന്നു, അപ്പുറത്തുണ്ട്. ഓ, അല്ല, അവ ഹാപ്പി അല്ലേ? മൊത്തത്തിലൊരു ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ മാറ്റിയെടുക്കാനാണല്ലോ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമല്ലേ? അതെ, ഈ ദിവസം ഒരിക്കലും മറക്കാത്ത ദിവസമായിരിക്കണം. നീ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ചെല്ലേ. നന്ദാ, നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കോടാ? വാ, അവിടെ വാ, എല്ലാം റെഡിയാ. വാ,
നിങ്ങൾ കഴിച്ചോ. ഞാനിങ്ങനെ കമ്പനി കൂടാറില്ലെന്ന് നിനക്കറിയാലോ. നന്ദാ ഇതാലമ്പാണേ, നമ്മൾ 3 പേരും ഇപ്പൊ ഒറ്റ മൈൻഡ് സെറ്റാ. ഒന്നൊരു കൊലപാതകം തലേന്നൊഴിഞ്ഞു പോയതിന്റെ, 2 ഇസബെല്ലയ്ക്ക് നല്ലൊരു തുക കമ്മീഷൻ കിട്ടിയതിന്റെ, അതിന്റെ ഒരു നേട്ടം നമുക്കും ഉണ്ടാവും. നീ ഇന്ന് കഴിച്ചേ പറ്റൂ. വന്നേ വാ. എടാ എടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് ശരിയാവില്ല. നീ കൈവിട്ടെ. ബെല്ലയ്ക്ക് വിഷമാവും. ഇതെന്തൊരു കഷ്ടം ഇത്. നീ ഒന്ന് വന്നേ. എടാ ഞാൻ പറയുന്ന കേക്ക്. കെവിൻ, എടാ അവനെ വിട്ടെ. ഒന്നാമത് ഇവന് നമ്മുടെ കൂടെ ചേരാൻ എന്തോ താല്പര്യമില്ല. കമ്പനി കൂടാൻ താല്പര്യമില്ലാത്തവരെ നമ്മൾ നിർബന്ധിക്കരുത്. ഇവന്റെ വാക്കിന് ഒരു വിലയുമില്ല. അങ്ങനെ കരുതിയാ മതി. അങ്ങനെ പറയല്ലേ ബെല്ല. മദ്യപിക്കാൻ താല്പര്യമില്ലാത്തോണ്ടാ. പക്ഷെ നീ കോളേജിൽ വെച്ച് കഴിക്കാറുണ്ടായിരുന്നല്ലോ. അതെ, പക്ഷേ ദേവി ജീവിതത്തിലേക്ക് വന്ന ശേഷം കുറച്ച് മാറ്റങ്ങൾ വരുത്തി. എന്താ, ദേവിക പേടിച്ചിട്ടാ? അല്ല, ദേവിയോടുള്ള ഇഷ്ടം കൊണ്ട്. എടാ, ഇത്രയും കാലം ദേവിയോടുള്ള ഇഷ്ടം കൊണ്ട് ദേവിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. ഒരു ദിവസം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യടാ, ഒറ്റ പ്രാവശ്യം. വീട്ടിൽ പിടിക്കുമെന്നാണ് പേടിയെങ്കിൽ അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. നീ വന്നേ വാ. നിനക്ക് വേറെ പണിയില്ലേ? വേണ്ടാത്തവര് വരണ്ട. നീ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പോവാ. ബെല്ല, ബെല്ലയ്ക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു. അവളുടെ മനസ്സ് വേദനിപ്പിക്കരുത് പ്ലീസ്. കെവിനെ, നിനക്ക് കമ്പനി കൂടാൻ താല്പര്യമില്ലെങ്കിൽ നീ പൊക്കോന്നെന്താ, ആരും നിർബന്ധിക്കുന്നില്ല. ബെല്ലേ വന്നേ വാ. വലിയൊരു ഭൂകമ്പം നടക്കുമെന്ന് വിചാരിച്ചതാ. നമ്മളെ നന്ദനല്ലേ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ എടാ എനിക്ക് ഹോട്ട് വേണ്ട. നീയാണോ തീരുമാനിക്കുന്നത്? ഹോട്ട് വേണ്ട പോലും. ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കടാ. ഞാൻ കൊടുക്കാം. കെവിനെ, cheers. Cheers. Cheers.
നിന്റെ പ്രയാസം എനിക്കറിയാം. ഇല്ല, എന്റെ പ്രയാസം ആർക്കും മനസ്സിലാവില്ല. എല്ലായിടത്തും ഞാൻ ഒറ്റപ്പെട്ട് നിക്ക. നാട്ടിലും വീട്ടിലും എല്ലായിടത്തും ഞാനിപ്പോ തനിച്ച. ആരുമില്ല എനിക്ക്. ഒറ്റപ്പെട്ടു പോകുമ്പോ ഏത് പെണ്ണും ചിന്തിക്കുന്ന തന്നെയാ ഇപ്പൊ എന്റെ മനസ്സിലും. മരണം. മോളെ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ. പിന്നെ ഞാൻ എങ്ങനെ ചിന്തിക്കണം? എല്ലാവരുടെയും ചതിക്കും വഞ്ചനയ്ക്കും കൂട്ടുനിന്ന് സന്തോഷത്തോടെ ജീവിക്കണോ? ആരും ആരെയും ചതിച്ചിട്ടില്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ എന്ത് സാഹചര്യം അമ്മ? തെറ്റിലേക്ക് എന്നെ തള്ളി വിട്ടിട്ട് ആർക്കെന്ത് നേട്ടോ കിട്ടുന്ന? നന്ദുവിനോ അതോ അമ്മയ്ക്കോ? പണത്തിന് വേണ്ടിയാണോ എന്നെ ഇങ്ങനെ തെറ്റുകാരിയാക്കുന്നത്? അതിനു വേണ്ടിയാണോ അച്ഛനും നന്ദും കൂടി എന്നെ MLA ആക്കിയത്? മോളെ, ഇപ്പൊ നോക്ക്, അച്ഛന്റെ ഏറ്റവും വലിയ ശത്രു ഞാനാ. എന്നെ കൊള്ളരുതാത്തവളായിട്ട് അച്ഛൻ ഇപ്പൊ കാണുന്ന. അതൊക്കെ മാറും മോളെ. അരുതാത്ത ഒന്നും ആലോചിക്കണ്ട. ശരി, ആലോചിക്കുന്നില്ല. എന്തിനാ അമ്മ എന്നെ കൊണ്ടിങ്ങനെയൊക്കെ ചെയ്യിച്ചേ? അത് പറ. കെവിന്റെ കാര്യമൊക്കെ പറഞ്ഞതും സത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ തലയിൽ തൊട്ട് പറ, കെവിന് വേണ്ടിയാണ് അമ്മയും നന്ദും കൂടെ എന്നെ കൊണ്ടിത് ചെയ്യിച്ചതെന്ന്. മോൾ അമ്മയെ പരീക്ഷിക്കാണോ? പ്രഭാ, കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണം. സിദ്ധു, ദേവിക ആകെ വിഷമത്തില. അതിന് ഞാനെന്ത് വേണം? അഭിനയോ? അവൾക്കറിയാം 2 ദിവസം കണ്ണീരും സങ്കടമായിട്ട് നിന്ന സഹതാപം തോന്നിട്ട് എല്ലാരും ഇതങ്ങ് മറക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യുമെന്ന്. അങ്ങനെ പറയാതെ സിദ്ധു. വലിയ വലിയ രാഷ്ട്രീയക്കാർക്ക് വരെ ചില അബദ്ധങ്ങൾ പറ്റിപ്പോവും. ദേവിക്ക് MLA ആയിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അത് ശരി, തന്നെയും പറഞ്ഞ് വശത്താക്കിയല്ലേ? അവളുടെ കണ്ണീരില് പാപം താനങ്ങ് വീഴുകയും ചെയ്തു. തന്നെ പറ്റിക്കാൻ പറ്റും, പക്ഷേ ഞാൻ പറഞ്ഞത് തന്നെ. നാടിനെ കുറിച്ചോ നാടിന്റെ ആവശ്യങ്ങളെ കുറിച്ചോ മനസ്സിലാക്കാത്ത ആളുമായി എനിക്കൊരു ബന്ധവുമില്ല. കുറച്ച് വെള്ളം വേണം കുടിക്കാൻ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. സത്യത്തിൽ ഞാൻ മദ്യപിക്കാൻ പാടില്ലായിരുന്നു. നന്ദ, ഒരുമാതിരി പോക്കൃത്തിനും പറയരുത്. മിണ്ടായിരിക്കടാ, ആ ഫിറ്റായി. ഞാൻ ഫിറ്റൊന്നുമല്ല. വേണ്ടായിരുന്നു. നന്ദ, ആദർശം വെച്ചല്ല ജീവിക്കേണ്ടത്. ആഘോഷിച്ചിട്ടാ, ആസ്വദിച്ചിട്ടാ. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം. മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം. കെവിനെ, നീ ഓവറാട്ടോ. ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാടി ഓവറാവണ്ടേ?
നമ്മളെ ലൈഫ് അരക്കിട്ട് കൂട്ടി ഉറപ്പിച്ച ദിവസമാ. എനിക്ക് ആഘോഷിച്ചേ പറ്റൂ. ഞാനേ ഇപ്പൊ വരാം. നീ എവിടെ പോകുന്നു? സ്മോക്ക് ചെയ്യാൻ. നീ വരുന്നു? ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. ഓ എന്നാലേ ഞാൻ സ്മോക്ക് ചെയ്തിട്ട് പണ്ടെങ്ങണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ. നന്ദൻ ഫിറ്റായോ? ഇല്ല. എന്നാ ഞാൻ നല്ല ഫിറ്റാ. മദ്യം കഴിച്ചിട്ടല്ല, നന്ദൻ അടുത്തിരിക്കുന്നുണ്ട്. ഇപ്പം മദ്യമാണെങ്കി കോളേജിലെ നന്ദനായിരുന്നു എന്റെ ലഹരി. പക്ഷേ നന്ദനെ ദേവികയാ വിധിച്ചത്. ഒരു സുഹൃത്തിന്റെ രൂപത്തിലാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം കർത്താവ് നന്ദനെ എന്റെ അടുക്കൽ എത്തിച്ചു. ദേവി പാവോ. ദേവിയെ പോലൊരു പെണ്ണിനെ ലോകത്ത് വേറെ കിട്ടില്ല. പക്ഷെ ഞാനവളെ വേദനിപ്പിച്ചു. പോട്ടെ, പറ്റിപ്പോയി. നന്ദന് ഫീലായോ? ഏയ്, അതല്ല ഞാൻ പറഞ്ഞേ. നന്ദൻ ചിന്തിച്ചു നോക്ക്. ഋഷിയെ കൊന്നതിന് നന്ദൻ ജയിലിലായെങ്കിലോ? ദേവിയയ്ക്ക് പിന്നെ ആരുണ്ട്? അത് നേരാ. അപ്പോ ദേവികയിൽ നിന്ന് അകന്നു പോവാതെ നന്ദനെ രക്ഷിച്ചതാരാ? ബെല്ല. ആ, അതിര് കാക്കും മലയൊന്നു തൊടുത്തേ തൊടുത്തേ. ആ അല്ല, നിങ്ങൾ കൊച്ചു വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. പെട്ടെന്നാവട്ടെ. വേണ്ട വേണ്ട വേണ്ട. എടാ ഒന്നുകൂടെ കഴിയടാ. ഇന്നേ ആഘോഷത്തിന്റെ ദിവസമാ. എനിക്ക് വീട്ടിൽ പോകേണ്ടതാ. ഞാൻ മദ്യപിച്ചെന്നറിയുമ്പോ ദേവി പാവാ. ദേവിയെ പോലൊരു പെണ്ണിനെ ലോകത്ത് വേറെ കിട്ടില്ല. പക്ഷെ ഞാനവളെ വേദനിപ്പിച്ചു. പോട്ടെ, പറ്റിപ്പോയി. നന്ദൻ നല്ല ഫിറ്റ് ആണല്ലോ കെവി. ഏയ് അല്ല, ഞാൻ പറഞ്ഞതാ. വേണ്ട, ഇപ്പൊ തന്നെ ഋഷിയെ കൊന്നു കുഴിച്ചു മൂടിയതിനെ നന്ദൻ ജയിലായിരുന്നെങ്കിൽ ദേവിക്ക് പിന്നെ ആരുണ്ട് പറയടാ. ഇവിടെ രക്ഷകയെ അവതരിച്ചതേ ഇസബല്ലേ. ദേവികയുടെ ഇസബല്ലയുടെ ആരോഗ്യത്തിന് ഒരെണ്ണം പ്ലീസ്ഡാ. അടിച്ചോടാ.
വേണ്ട എടുക്കണ്ട. ആരാ നന്ദ? ദേവിയാ. പ്രിയതമ വിളിക്കല്ലേ, എടുക്ക് നന്ദ. ഏയ് ശരിയാവില്ല, ശരിയാവില്ല. അയ്യോ, വൈഫല്ലേ? എന്റെ ദേവിയെ വിളിക്കുന്ന ദേവി. ഇതാ ഞാൻ എടുക്കാം. ഏ, അന്നേരം ഇപ്പൊ സംസാരിച്ച ശരിയാവില്ല.